TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ഹയർ സെക്കൻഡറി +1 സുവോളജി ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ മോഡൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണിത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ്? കറക്റ്റ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏതൊക്കെയാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ കറക്റ്റ് ചെയ്യുക. എ പേഴ്സൺ ഓഫ് O ബ്ലഡ് ഗ്രൂപ്പ് ഹാസ് ആൻറ്റി-A ആൻഡ് ആൻറ്റി-B ആൻറ്റിബോഡീസ് ഇൻ ഹിസ് ബ്ലഡ് പ്ലാസ്മ. O ഗ്രൂപ്പ് ബ്ലഡുള്ള ആളിൽ ആൻറ്റിബോഡി എയും ആൻറ്റിബോഡി ബിയും പ്ലാസ്മയിലുണ്ട്. അടുത്ത്, എ പേഴ്സൺ ഓഫ് B ബ്ലഡ് ഗ്രൂപ്പ് കനോട്ട് ഡൊണേറ്റ് ബ്ലഡ് ടു എ പേഴ്സൺ ഓഫ് A ബ്ലഡ് ഗ്രൂപ്പ്. B ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാളിന് A ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാളിന് ബ്ലഡ് കൊടുക്കാൻ സാധിക്കില്ല. ബ്ലഡ് ഗ്രൂപ്പ് ഈസ് ഡെസിഗ്നേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ആൻറ്റിബോഡീസ് ഇൻ ദ ബ്ലഡ് പ്ലാസ്മ. ബ്ലഡ് ഗ്രൂപ്പിനെ തീരുമാനിക്കപ്പെടുന്നത് പ്ലാസ്മയിലുള്ള ആൻറ്റിബോഡീസ് ആണ്. എ പേഴ്സൺ ഓഫ് AB ബ്ലഡ് ഗ്രൂപ്പ് ഈസ് യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റ്. യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് AB ഗ്രൂപ്പാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇൻകറക്റ്റ്, അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഓർമ്മിക്കേണ്ടത് ഈ ഒരു ചാർട്ടാണ്. A ഗ്രൂപ്പുകാരിൽ ആൻറ്റിജൻ A ഉണ്ട്, B ഗ്രൂപ്പുകാരിൽ ആൻറ്റിജൻ B ഉണ്ട്, AB ഗ്രൂപ്പുകാരിൽ ആൻറ്റിജൻ Aയും ഉണ്ട് Bയും ഉണ്ട്, O ഗ്രൂപ്പുകാരിൽ ആൻറ്റിജൻസ് ഇല്ല. ഈ ഒരു വസ്തുത ആദ്യം ഓർക്കുക. ഇനി ആൻറ്റിബോഡീസിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതിൻ്റെ ആൻറ്റിജന് എതിരെയുള്ള ആൻറ്റിബോഡി എന്ന് പറയുമ്പോൾ A ആൻറ്റിജനെതിരെയുള്ള ആൻറ്റിബോഡി ആൻറ്റി-B ആണ്, B ആൻറ്റിജനെതിരെ ആൻറ്റിബോഡി A ആണ്. എന്നാൽ AB ഗ്രൂപ്പ് ബ്ലഡുകാരിൽ ആൻറ്റിജൻസ് മാത്രമേ ഉള്ളൂ, ആൻറ്റിബോഡീസ് ഇല്ല. O ഗ്രൂപ്പ് ബ്ലഡുകാരിൽ ആൻറ്റിജൻസ് ഇല്ല, ആൻറ്റിബോഡീസ് Aയും Bയും ഉണ്ട്. പിന്നെ നമ്മൾ ഡോണേഴ്സ് ഗ്രൂപ്പും ഉണ്ട്. ഡോണേഴ്സ് ഗ്രൂപ്പ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് A ഗ്രൂപ്പുകാർക്ക് ആരിൽ നിന്നൊക്കെ ബ്ലഡ് സ്വീകരിക്കാം. A ഗ്രൂപ്പുകാർക്ക് ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ആരിൽ നിന്നൊക്കെ ബ്ലഡ് റിസീവ് ചെയ്യാം. A ഗ്രൂപ്പുകാർക്കുള്ള ഡോണേഴ്സ് ആരൊക്കെയാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. A ഗ്രൂപ്പുകാർക്ക് ആരിൽ നിന്നൊക്കെ ബ്ലഡ് സ്വീകരിക്കാം? Aയിൽ നിന്നും സ്വീകരിക്കാം, യൂണിവേഴ്സൽ ഡോണേഴ്സായ Oയിൽ നിന്നും സ്വീകരിക്കാം. ശ്രദ്ധിക്കൂ, യൂണിവേഴ്സൽ ഡോണേഴ്സാണ് O ഗ്രൂപ്പുകാർക്ക് ആർക്ക് വേണമെങ്കിലും ബ്ലഡ് കൊടുക്കാം. അതുപോലെ യൂണിവേഴ്സൽ റെസിപ്പിയൻസ് ആണ് AB ഗ്രൂപ്പ്. AB ഗ്രൂപ്പുകാർക്ക് ആരിൽ നിന്ന് വേണമെങ്കിലും ബ്ലഡ് സ്വീകരിക്കാം. ഈ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കണം. അതുപോലെ O ഗ്രൂപ്പുകാർക്ക് O ഗ്രൂപ്പുകാരിൽ നിന്ന് മാത്രമേ ബ്ലഡ് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ചാർട്ടിൽ ആർക്കൊക്കെ ബ്ലഡ് കൊടുക്കാം, ആർക്കിൽ നിന്നൊക്കെ ബ്ലഡ് സ്വീകരിക്കാം എന്നുള്ളത് വ്യക്തമായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ പ്രത്യേകം ഓർക്കേണ്ടത്, ആൻറ്റിജൻ A ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻറ്റിബോഡി എന്ന് പറയുന്നത് B ആണ്. ആൻറ്റിജൻ B ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻറ്റിബോഡി A ആണ്. അതാണ് പരസ്പരം മാച്ച് ചെയ്യുന്നത്. ആൻറ്റിജൻ Aയും ആൻറ്റിബോഡി Aയും മിസ്മാച്ചിങ് ആണ്. അതുപോലെ ആൻറ്റിജൻ Bയും ആൻറ്റിബോഡി Bയും മിസ്മാച്ചിങ് ആണ്. ഒരേ രീതിയിൽ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത്തരം ബ്ലഡുകൾ പരസ്പരം എന്ത് ചെയ്യാൻ പറ്റില്ല? കൊടുക്കാനോ സ്വീകരിക്കാനോ പറ്റില്ല എന്നുള്ള വസ്തുത ഓർമ്മിക്കണം. അപ്പോൾ A ഗ്രൂപ്പുകാർക്ക് ആർക്കൊക്കെ ബ്ലഡ് കൊടുക്കാമെന്ന് ചോദിച്ചാൽ A ഗ്രൂപ്പുകാർക്കും കൊടുക്കാം, AB ഗ്രൂപ്പുകാർക്കും കൊടുക്കാം. B ഗ്രൂപ്പുകാർക്ക് Bക്കാർക്കും കൊടുക്കാം, ABക്കാർക്കും കൊടുക്കാം. AB ഗ്രൂപ്പുകാർക്ക് ആർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ? ABക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. O ഗ്രൂപ്പുകാർക്ക് എല്ലാവർക്കും ബ്ലഡ് കൊടുക്കാം, കാരണം യൂണിവേഴ്സൽ ഡോണേഴ്സ് ആണ്. AB ഗ്രൂപ്പുകാർ യൂണിവേഴ്സൽ റെസിപ്പിയൻസ് ആണ്, അതുകൊണ്ട് ആരിൽ നിന്ന് വേണമെങ്കിലും ബ്ലഡ് സ്വീകരിക്കാം. ഇനി ക്വസ്റ്റ്യനിലേക്ക് നോക്കൂ. എ പേഴ്സൺ ഓഫ് O ബ്ലഡ് ഗ്രൂപ്പ് ഹാസ് ആൻറ്റി-A ആൻഡ് ആൻറ്റി-B ആൻറ്റിബോഡീസ് ഇൻ ഹിസ് ബ്ലഡ് പ്ലാസ്മ. O ബ്ലഡ് ഗ്രൂപ്പുകാരന് ആൻറ്റിബോഡി Aയും ആൻറ്റിബോഡി Bയും ഉണ്ട്. പ്രസ്താവന ശരിയാണ് അല്ലേ?
ഒ ഗ്രൂപ്പുകാരന് ആൻറ്റിബോഡി എയുമുണ്ട്, ആൻറ്റിബോഡി ബിയും പ്ലാസ്മയിലുണ്ട്. അപ്പം അവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. എ പേഴ്സൺ ഓഫ് ബി ബ്ലഡ് ഗ്രൂപ്പ് കനോട്ട് ഡൊണേറ്റ് ബ്ലഡ് ടു എ പേഴ്സൺ ഓഫ് എ ബ്ലഡ് ഗ്രൂപ്പ്. ബി ഗ്രൂപ്പുകാരന് എ ഗ്രൂപ്പുകാരന് കൊടുക്കാൻ പറ്റില്ല, ബി ഗ്രൂപ്പുകാരന് എക്കാരന് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ആൻറ്റിജൻ എ, ആൻറ്റിജൻ ബി ബി ഗ്രൂപ്പിലുണ്ട്, ആൻറ്റിബോഡി ബി എ ഗ്രൂപ്പിലുണ്ട്. ഇത് പരസ്പരം റിയാക്ട് ചെയ്യും. അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ ആൻറ്റിജൻ എ ഗ്രൂപ്പിലുണ്ട്, ആൻറ്റിബോഡി എ ബി ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ ഇത് പരസ്പരം മിസ്മാച്ചിങ് ആണ്. ബ്ലഡ് കൊയാഗുലേറ്റ് ചെയ്യും, ബ്ലഡ് കട്ട പിടിക്കും, അതുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഈ പേഴ്സൺ ഇതെന്താണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്? ഇതും കറക്റ്റാണ് അല്ലേ? ബി ബ്ലഡ് ഗ്രൂപ്പ് കനോട്ട് ഡൊണേറ്റ് ബ്ലഡ് ടു എ പേഴ്സൺ ഓഫ് എ ബ്ലഡ് ഗ്രൂപ്പ്. ആ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ബ്ലഡ് ഗ്രൂപ്പ് ഈസ് ഡെസിഗ്നേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ആൻറ്റിബോഡീസ് ഇൻ ദ ബ്ലഡ് പ്ലാസ്മ. ബ്ലഡ് ഗ്രൂപ്പ് നിർണ്ണയിക്കുന്നത് ബ്ലഡ് പ്ലാസ്മയിൽ കാണുന്ന ആൻറ്റിബോഡീസ് ആണ്. ആണോ? അല്ല. ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത് RBCയുടെ പുറത്ത് കാണുന്ന ആൻറ്റിജൻസ് ആണ്. ആൻറ്റിജൻ എ ആണെങ്കിൽ എ ഗ്രൂപ്പ്, ആൻറ്റിജൻ ബി ആണെങ്കിൽ ബി ഗ്രൂപ്പ്, 2 ആൻറ്റിജൻ ഉണ്ടെങ്കിൽ എ ബി ഗ്രൂപ്പ്, ആൻറ്റിജൻസ് ഇല്ലെങ്കിൽ ഒ ഗ്രൂപ്പ്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം? ബ്ലഡ് ഗ്രൂപ്പ് ഈസ് ഡെസിഗ്നേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് പ്രസൻസ് ഓഫ് ആൻറ്റിജൻസ് ഓൺ ദ RBC എന്ന് കറക്റ്റ് ചെയ്യാം. എ പേഴ്സൺ ഓഫ് എ ബി ബ്ലഡ് ഗ്രൂപ്പ് ഈസ് യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റ്. എ ബി ബ്ലഡ് ഗ്രൂപ്പ് യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് ആണ്. ആരിൽ നിന്ന് വേണമെങ്കിലും ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുന്നതാണ് യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റ്. അത് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. എ ബി ഗ്രൂപ്പ് യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് ആണ്, ഒ ഗ്രൂപ്പ് യൂണിവേഴ്സൽ ഡോണേഴ്സ് ആണ്. രാജു ഹാസ് ബോത്ത് ആൻറ്റിജൻ ഓൺ ഹിസ് RBC, ആൻറ്റിജൻ എ ആൻഡ് ആൻറ്റിജൻ ബി. ഐഡൻറ്റിഫൈ ഹിസ് ബ്ലഡ് ഗ്രൂപ്പ്. ഏതാണ് ബ്ലഡ് ഗ്രൂപ്പ്? ആൻറ്റിജൻ എയും ആൻറ്റിജൻ ബിയും ഉണ്ടെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് AB ആണ്. ഹി ക്യാൻ ഡൊണേറ്റ് ഹിസ് ബ്ലഡ് ടു ഡാഷ് ഗ്രൂപ്പ് ഡ്യൂറിങ് എമർജൻസി. AB ഗ്രൂപ്പുകാർക്ക് ആർക്ക് മാത്രമേ ബ്ലഡ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ? AB ഗ്രൂപ്പുകാർക്ക് മാത്രമേ ബ്ലഡ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ചാർട്ട് നോക്കിയാൽ നമുക്ക് കാണാം, AB ഗ്രൂപ്പുകാർക്ക് ആർക്ക് മാത്രമേ ബ്ലഡ് കൊടുക്കാൻ പറ്റുള്ളൂ? ABക്ക് മാത്രമേ ബ്ലഡ് കൊടുക്കാൻ പറ്റുള്ളൂ. പേഴ്സൺ വിത്ത് AB ബ്ലഡ് ഗ്രൂപ്പ് ഈസ് കാൾഡ് യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റ്. ഗീവ് എ റീസൺ. ഇപ്പോൾ AB ഗ്രൂപ്പുകാർക്ക് ABക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, പക്ഷേ അവർക്ക് ആരിൽ നിന്ന് വേണമെങ്കിലും ബ്ലഡ് സ്വീകരിക്കാം. കാരണം അവരുടെ ബ്ലഡിൽ ആൻറ്റിജൻസ് മാത്രമേ ഉള്ളൂ, ആൻറ്റിബോഡീസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആരിൽ നിന്ന് വേണമെങ്കിലും ബ്ലഡ് സ്വീകരിക്കാം. എ പേഴ്സൺ വിത്ത് എ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് ഇഞ്ചേർഡ് സിവിയർലി ഇൻ ആൻ ആക്സിഡൻറ്റ്. ഹിസ് റിലേറ്റീവ്സ് വിത്ത് എ പോസിറ്റീവ് ആൻഡ് ബി നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് വെയർ റെഡി ടു ഡൊണേറ്റ് ബ്ലഡ് ഫോർ ഹിം. ഇൻഫർ ദ കോൺസിക്വൻസ് ഇഫ് ഹി റിസീവ്സ് ദ ബ്ലഡ് ഫ്രം ഹിം. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കൂ. എ പേഴ്സൺ വിത്ത് എ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് ഇഞ്ചേർഡ് സിവിയർലി ഇൻ ആൻ ആക്സിഡൻറ്റ്. ഇപ്പോൾ എ നെഗറ്റീവ് ബ്ലഡ് ഉള്ള ഒരാൾ എന്ത് ചെയ്തു? ആക്സിഡൻറ്റിൽ സിവിയറായിട്ട് പരിക്ക് പറ്റി. അയാളുടെ റിലേറ്റീവ്സ് എ പോസിറ്റീവുകാരുമുണ്ട്, ബി നെഗറ്റീവുകാരുമുണ്ട്. അവർ ബ്ലഡ് കൊടുക്കാൻ തയ്യാറാണ്. അവരിൽ നിന്നും ഇയാൾക്ക് ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ എ നെഗറ്റീവും എ പോസിറ്റീവും. അപ്പോൾ എ നെഗറ്റീവുകാരന് എ പോസിറ്റീവുകാരിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുമോ? അപ്പോൾ രണ്ടും എ ഗ്രൂപ്പാണ്. ഒന്നിൽ ആൻറ്റിജൻ ഇല്ല, RH ആൻറ്റിജൻ ഇല്ല, അതുകൊണ്ടാണ് എ നെഗറ്റീവ്. മറ്റേ ആളിന് RH ആൻറ്റിജൻ ഉണ്ട്, അത് പോസിറ്റീവാണ്. അപ്പോൾ ഇത് എമർജൻസി സിറ്റുവേഷൻസിൽ മാത്രമേ ഇത്തരം ബ്ലഡ് ഡൊണേഷൻസ് ബ്ലഡ് ഗ്രൂപ്പ് മാച്ചിങ് നോക്കി ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷമേ ഇത്തരം എമർജൻസി സിറ്റുവേഷൻസിൽ ഇത് ചെയ്യാറുള്ളൂ. നെഗറ്റീവുകാരന് RH ആൻറ്റിജൻ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഈ പോസിറ്റീവുകാരിൽ നിന്നും ബ്ലഡ് ഫസ്റ്റ് ടൈം അത് സ്വീകരിക്കുന്നതിൽ പ്രശ്നമില്ല. പക്ഷേ സെക്കൻഡ് ടൈം വരികയാണെങ്കിൽ അവിടെ ഈ RH ആൻറ്റിജനെതിരെയുള്ള ആൻറ്റിബോഡീസ് ശരീരത്തിൽ പ്രിപ്പയർ ചെയ്യപ്പെടും. നമ്മൾ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് പഠിച്ചത് ഓർക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ആൻസർ എഴുതുമ്പോൾ എന്ത് ചെയ്യാം? ഇൻ എമർജൻസി സിറ്റുവേഷൻ എ നെഗറ്റീവ് പേഴ്സൺ ക്യാൻ റിസീവ് ബ്ലഡ് ഫ്രം എ പോസിറ്റീവ് പേഴ്സൺസ്. പക്ഷേ ബി നെഗറ്റീവുകാരിൽ നിന്ന് ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുമോ? കാരണം ഇവിടെ എ ഗ്രൂപ്പും ബി ഗ്രൂപ്പുമാണ്. അതൊരു കാരണവശാലും പറ്റില്ല. വൈ? എ ഗ്രൂപ്പ് ഹാസ് ആൻറ്റിജൻ എ.
and it will react with the antibody A of B blood group. So clotting of blood will occur. എന്നവിടെ ആൻസർ എഴുതുക. ഓക്കെ. If a person having blood group A is given blood transfusion of blood group B by mistake, what will be its effect? ബ്ലഡ് ഗ്രൂപ്പ് എ ഗ്രൂപ്പുള്ള ഒരാളിന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സമയത്ത് അബദ്ധവശാൽ ബി ബ്ലഡ് ഗ്രൂപ്പ് കൊടുത്തു. വാട്ട് വിൽ ബി ഇറ്റ്സ് എഫക്റ്റ്? അപ്പോൾ ഇവിടെ നമ്മളിവിടെ ആൻറ്റിജൻ ആൻറ്റിബോഡി കാരണം വെച്ച് എഴുതുക. എ ഗ്രൂപ്പ് ഹാസ് ആൻറ്റിജൻ എ ആൻഡ് ബി ഗ്രൂപ്പ് ഹാസ് ആൻറ്റിബോഡി എ. അപ്പോൾ ആൻറ്റിജൻ എ ആൻഡ് ആൻറ്റിബോഡി എ വിൽ റിയാക്ട് ടുഗദർ ആൻഡ് ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് വിൽ ഒക്കർ. Otherwise, A group has antibody B and B group has antigen B. So, same ഒരേ പേരിലുള്ള ആൻറ്റിജനും ആൻറ്റിബോഡിയും ആണെങ്കിൽ അവ തങ്ങളിൽ റിയാക്ട് ചെയ്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്യും എന്നുള്ള ആൻസർ കൊടുക്കുക. In a medical seminar, Dr. Rohit expressed his views on blood transfusion by saying, "Hey friends, during blood transfusion, any blood cannot be used. The blood of a donor has to be carefully matched." ഒരു മെഡിക്കൽ സെമിനാറിൽ ഡോക്ടർ രോഹിത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സമയത്ത് എനി ബ്ലഡ് കനോട്ട് ബി യൂസ്ഡ്. എല്ലാ ബ്ലഡും പരസ്പരം കൈമാറ്റം ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. ദ ബ്ലഡ് ഓഫ് ദ ഡോണർ ഹാസ് ടു ബി കെയർഫുള്ളി മാച്ച്ഡ്. ഡോണറിൻ്റെ ബ്ലഡ് കെയർഫുള്ളായിട്ട് മാച്ച് ചെയ്യണം. ഡു യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? എഗ്രി ചെയ്യുന്നുണ്ടോ? നമ്മളവിടെ ആൻസർ എന്തെഴുതുക? യെസ്, ഐ എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ആൻറ്റിജൻ എ വിൽ റിയാക്ട് വിത്ത് ആൻറ്റിബോഡി എ. ദ സെയിം വേ ആൻറ്റിജൻ ബി വിൽ റിയാക്ട് വിത്ത് ആൻറ്റിബോഡി ബി. സോ ദ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് വിൽ ഒക്കർ എന്ന് പറഞ്ഞിട്ട് അത് വെച്ചിട്ട് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. എ ബ്ലഡ് ഗ്രൂപ്പ്, ആൻറ്റിജൻ ഓൺ ആർ ബി സി എ ആണ്. ആൻറ്റിബോഡി ഇൻ പ്ലാസ്മ, ആൻറ്റിബോഡി ഏതാണ്? എ ആൻറ്റിജൻ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ബി ആൻറ്റിബോഡിയാണ്. ഇനി ബി ബ്ലഡ് ഗ്രൂപ്പിലാണെങ്കിൽ ആൻറ്റിജൻ ബി ആണ്, ആൻറ്റിബോഡി എ ആണ്. എ ബി ഗ്രൂപ്പിൽ വരുമ്പോഴത്തേക്കും ആൻറ്റിജൻ എയും ഉണ്ട് ബിയും ഉണ്ട്. ആൻറ്റിബോഡി പ്ലാസ്മയിൽ ഇല്ല. ഒ ഗ്രൂപ്പ് വരുമ്പോൾ ആൻറ്റിജൻസ് ഇല്ല, ആൻറ്റിബോഡി എയും ഉണ്ട് ബിയും ഉണ്ട്. ഇവിടുത്തെ ഡോണേഴ്സ് ഗ്രൂപ്പ് എഴുതുമ്പോൾ എന്തെഴുതും? എ ബി ഗ്രൂപ്പാണ്. എ ബി ഗ്രൂപ്പിനെ സംബന്ധിച്ച് ആരിൽ നിന്ന് വേണമെങ്കിലും ബ്ലഡ് സ്വീകരിക്കാം. യൂണിവേഴ്സൽ റെസിപ്പിയൻസ് ആണ്. അപ്പോൾ എക്കും ബിക്കും എ ബിക്കും ഒക്കും ബ്ലഡ് കൊടുക്കാം. ഇനി എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കപ്പിൾസ് മേ ഹാവ് ചാൻസ് ഓഫ് ഗെറ്റിംഗ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്? അപ്പോൾ ഇവിടെ ഫാദർ എ പോസിറ്റീവ്, മദർ എ നെഗറ്റീവ്, ഫീറ്റസ് എ നെഗറ്റീവ്. ഫാദർ ഒ പോസിറ്റീവ്, മദർ ഒ പോസിറ്റീവ്, ഫീറ്റസ് ഒ നെഗറ്റീവ്. അടുത്തൊരു ചാൻസ് ഫാദർ എ പോസിറ്റീവ്, മദർ എ നെഗറ്റീവ്, ഫീറ്റസ് എ പോസിറ്റീവ്. അടുത്ത് ഫാദർ ഒ പോസിറ്റീവ്, മദർ ഒ പോസിറ്റീവ്, ഫീറ്റസ് ഒ നെഗറ്റീവ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് നടക്കുമ്പോൾ ആ ഒരു ഇത് ഉണ്ടാകണമെങ്കിൽ, ഒരു സിറ്റുവേഷൻ ഉണ്ടാകണമെങ്കിൽ കുഞ്ഞ് എന്തായിരിക്കണം? RH പോസിറ്റീവും അമ്മ RH നെഗറ്റീവും. അതാണ് കണ്ടീഷൻ. മറ്റ് എയും ബിയും ഒന്നും അവിടെ വിഷയമില്ല. കുഞ്ഞ് RH പോസിറ്റീവും മദർ RH നെഗറ്റീവുമായിട്ടുള്ള കണ്ടീഷനാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ മദർ RH നെഗറ്റീവ് എന്ന് പറയുമ്പോൾ മദർ നെഗറ്റീവായിട്ട് വരുന്ന കണ്ടീഷൻ ഇവിടെ മദർ എ നെഗറ്റീവ് ഉണ്ട്, പക്ഷേ ഇവിടെ കുഞ്ഞ് എ നെഗറ്റീവാണ്. അപ്പോൾ ഇത് വരില്ല. ഇനി അടുത്ത് മദർ നെഗറ്റീവ് വരുന്ന കണ്ടീഷൻ ദാ ഇവിടെ ഉണ്ട്. എ നെഗറ്റീവാണ്, കുഞ്ഞ് എ പോസിറ്റീവാണ്. അപ്പോൾ ഈ കണ്ടീഷൻ വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ. സി ആണ് ആൻസർ. അപ്പം കുഞ്ഞ് RH പോസിറ്റീവും അമ്മ RH നെഗറ്റീവ്. വാട്ട് ഫിസിയോളജിക്കൽ സർക്കംസ്റ്റാൻസസ് ലീഡ് ടു എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്? അപ്പോൾ അത് പഠിച്ചത് ഓർക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ RH പോസിറ്റീവായിട്ടുള്ള കുഞ്ഞ്, RH നെഗറ്റീവായിട്ടുള്ള അമ്മ. അപ്പോൾ ഇവർ ഫസ്റ്റ് ഡെലിവറി ടൈമിൽ എന്ത് സംഭവിക്കും? പ്ലാസൻ്റ വേർപെടുന്ന സമയത്ത് കുഞ്ഞിൻ്റെ ബ്ലഡും അമ്മയുടെ ബ്ലഡും കുറച്ച് മിക്സ് ആകുമ്പോൾ ഈ RH പോസിറ്റീവ് ആൻറ്റിജൻ കുഞ്ഞിൻ്റെ ബ്ലഡിൽ നിന്നും അമ്മയുടെ ബ്ലഡിലേക്ക് കിടക്കും.
അമ്മയുടെ ബ്ലഡിൽ എന്ത് സംഭവിക്കും? ഈ ആൻറ്റിജൻസിനെതിരെയുള്ള ആൻറ്റിബോഡീസ് ഡെവലപ്പ് ചെയ്യും. വീണ്ടും അമ്മ രണ്ടാമത് പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ആൻറ്റിബോഡീസ് പ്ലാസൻ്റയിലൂടെ ട്രാവൽ ചെയ്തിട്ട് കുഞ്ഞിൻ്റെ ബ്ലഡിൽ എത്തുകയും ഇവിടുത്തെ RH പോസിറ്റീവ് ആൻറ്റിജനുമായിട്ട് പ്രവർത്തിച്ച് അവിടെ എറിത്രോസൈറ്റ്സ് നശിച്ചുപോയി അനീമിയയും ജോണ്ടിസും ഉണ്ടാകുന്ന സിറ്റുവേഷൻ എത്തും. അതിനെയാണ് നമ്മൾ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരു ആൻസർ അവിടെ വേണം. എക്സ്പ്ലെയിൻ RH ഇൻകോമ്പാക്റ്റിബിലിറ്റി ഇൻ ഹ്യൂമൻസ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് എഴുതണം. നെക്സ്റ്റ്, SA node has the key role in the rhythmic activity of human heart. Give reason. അല്ലെങ്കിൽ Sinoatrial node is called pacemaker of human heart. Justify the statement. ഈ രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. SA node എന്ന് പറയുമ്പോൾ നമുക്കിത് ഇവിടെ അറിയാം. റൈറ്റ് ഏട്രിയത്തിൻ്റെ റൈറ്റ് കോർണറിലായിട്ട് കാണുന്ന ഒരു മസിൽ ടിഷ്യൂ ആണ് SA node അല്ലെങ്കിൽ SAN. അതാണ് എന്ത് ചെയ്യുന്നത്? ഹാർട്ട് ബീറ്റിന് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിക്കൽ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്ന ഭാഗം. അതുകൊണ്ടാണ് അതിനെ എന്ത് പേരിൽ വിളിക്കുക? പേസ് മേക്കർ ഓഫ് ഹ്യൂമൻ ഹാർട്ട് എന്ന് വിളിക്കുക. അപ്പോൾ അതിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന സിഗ്നൽസ് അടുത്തെന്ത് ചെയ്യും? AV നോഡിലേക്ക് എത്തും. അതും റൈറ്റ് ഏട്രിയത്തിൽ തന്നെ ലെഫ്റ്റ് കോർണറിലായിട്ട് റൈറ്റ് ഏട്രിയത്തിൻ്റെ ലെഫ്റ്റ് കോർണറിലായിട്ട് ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റത്തിലാണ് AVN അഥവാ AV നോഡ് കാണുന്നത്. അപ്പോൾ AV നോഡിൽ എത്തുന്ന ഈ സിഗ്നൽസ് അടുത്തതായി ഇവിടെ AV ബണ്ടിലുണ്ട്. AV ബണ്ടിലും ട്രാവൽ ചെയ്ത് പർക്കിഞ്ചി ഫൈബേഴ്സിലെത്തും. പർക്കിഞ്ചി ഫൈബേഴ്സ് വഴി വെൻട്രിക്കിളിലേക്ക് എത്തുന്നതാണ് അതിലെ ആ ഒരു ഇമ്പൾസ് കണ്ടക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് വേണം? ദ നോഡൽ മസ്കുലേച്ചർ ഹാസ് ദ എബിലിറ്റി ടു ജനറേറ്റ് ആക്ഷൻ പൊട്ടൻഷ്യൽസ് വിത്തൗട്ട് എനി എക്സ്റ്റേണൽ സ്റ്റിമുലൈ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഓട്ടോ എക്സൈറ്റബിൾ. അപ്പോൾ ഹാർട്ട് എന്ന് പറയുന്നത് ഓട്ടോ എക്സൈറ്റബിൾ ആണ്. സ്വയം അതിന് വേണ്ട ആക്ഷന് വേണ്ടിയുള്ള ഇലക്ട്രിക്കൽ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യും. SAN can generate the maximum number of action potentials, that is 70 to 75 per minute. ഒരു മിനിറ്റിൽ 70 മുതൽ 75 പ്രാവശ്യം ആക്ഷൻ പൊട്ടൻഷ്യൽ അത് ജനറേറ്റ് ചെയ്യും. അങ്ങനെ ഹാർട്ടിൻ്റെ റിതമിക് ആയിട്ടുള്ള കോൺട്രാക്റ്റൽ ആക്ടിവിറ്റി അത് കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് SA node is called the pacemaker of the heart. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ദ കാർഡിയാക് ഇമ്പൾസ് ഈസ് ഇനിഷ്യേറ്റഡ് ആൻഡ് കണ്ടക്റ്റഡ് ഫർദർ അപ് ടു വെൻട്രിക്കിൾ. ദ കറക്റ്റ് സീക്വൻസ് ഓഫ് കണ്ടക്ഷൻ ഓഫ് ഇമ്പൾസ്. അപ്പോൾ ഇമ്പൾസ് കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ കറക്റ്റ് സീക്വൻസ് എങ്ങനെയാണ്? അപ്പോൾ അത് ഓർമ്മിക്കുക. SA നോഡിൽ നിന്നും അടുത്ത് AV നോഡിൽ നിന്നും അടുത്ത് ഇതാണ് AV ബണ്ടിൽ നിന്നും പർക്കിഞ്ചി ഫൈബേഴ്സ് വെൻട്രിക്കിളിലേക്ക് എത്തുന്നു. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് SA നോഡ്, AV ബണ്ടിൽ, പർക്കിഞ്ചി ഫൈബേഴ്സ്. SA നോഡ്, AV ബണ്ടിൽ, പർക്കിഞ്ചി ഫൈബേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. നെയിം ദ നോഡൽ ടിഷ്യൂ A ആൻഡ് B. ഇപ്പോൾ പിക്ചർ നോക്കിയാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. A എന്ന് പറയുന്നത് SA നോഡാണ്, B എന്ന് പറയുന്നത് AV നോഡാണ്. വൈ A ഈസ് കാൾഡ് പേസ് മേക്കർ. എന്തുകൊണ്ടാണ് എയെ പേസ് മേക്കർ എന്ന് പറയുന്നത്? ഇപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മളത് ഡിസ്കസ് ചെയ്തു. ഒബ്സർവ് ദ ഫ്ലോ ചാർട്ട് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. ഡ്രാ ദ ഫ്ലോ ചാർട്ട് കറക്റ്റ്ലി. ഇത് ഇമ്പൾസ് കണ്ടക്ഷൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണ്. SA നോഡ്, AV നോഡ്, വെൻട്രിക്കുലാർ കൺട്രാക്ഷൻ, AV ബണ്ടിൽ, ഏട്രിയൽ കൺട്രാക്ഷൻ. അപ്പോൾ ഇവിടെ SA നോഡ് ഇമ്പൾസ് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഏട്രിയം കോൺട്രാക്ട് ചെയ്യും. അപ്പോൾ SA നോഡ് കഴിഞ്ഞിട്ട് അടുത്ത് വരേണ്ടത് എന്താണ്? ഏട്രിയൽ കോൺട്രാക്ഷൻ കഴിയുമ്പോൾ AV നോഡിലേക്ക് സിഗ്നൽ എത്തുന്നു. AV നോഡിൽ നിന്നും അടുത്ത് എന്ത് ചെയ്യുന്നു? AV ബണ്ടിലേക്ക് സിഗ്നൽ എത്തുന്നു. അപ്പോൾ വെൻട്രിക്കുലാർ കോൺട്രാക്ഷൻ നടക്കുന്നു. ഓർക്കുക, SA നോഡ് സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഏട്രിയൽ കോൺട്രാക്ഷൻ നടക്കുന്നു. അപ്പോൾ ഇവിടെ ഏട്രിയൽ കോൺട്രാക്ഷൻ വരും. അത് കഴിയുമ്പോൾ AV നോഡിലേക്ക് സിഗ്നൽ എത്തും. AV നോഡിൽ നിന്നും AV ബണ്ടിലേക്ക് സിഗ്നൽ എത്തും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് വെൻട്രിക്കുലാർ കോൺട്രാക്ഷൻ നടക്കും.
What will happen if the SA node is not working properly? SA node നേരെ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇലക്ട്രിക്കൽ ഇമ്പൾസ് വിൽ നോട്ട് ജനറേറ്റഡ്, അല്ലെങ്കിൽ ഫാൾട്ടി സിഗ്നൽസ് വിൽ ജനറേറ്റ് ആൻഡ് ഇറ്റ് വിൽ ലീഡ്സ് ടു ദ some problems in the heartbeat. ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ടാക്കും. അതർവൈസ് ദ പേഴ്സൺ വിൽ ഡൈ എന്ന് പറഞ്ഞാലും ആൻസർ ശരി തന്നെ. Make a flow chart showing cardiac impulse conduction using appropriate terms given in bracket. ഈ രീതിയിലും ചോദിക്കാം. ഈ ടേംസ് വെച്ചിട്ട് ഒരു ഫ്ലോ ചാർട്ട് തയ്യാറാക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ എവിടെ നിന്ന് തുടങ്ങും? SA നോഡിൽ നിന്നും തുടങ്ങുക. അടുത്ത റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്നു. അടുത്തെന്ത് ചെയ്യുന്നു? AV നോഡ്, അടുത്ത AV ബണ്ടിൽ അല്ലെങ്കിൽ ബണ്ടിൽ ഓഫ് ഹിസ് വെൻട്രിക്കിൾ. ഓക്കെ, ഈ രീതിയിൽ അതിന് ആൻസർ ചെയ്താലും മതി. ഏകദേശം ഇവിടെ ആൾമോസ്റ്റ് ഇത് കറക്റ്റ് സീക്വൻസ് ആണ്. ഇപ്പോൾ AV ബണ്ടിൽ ഓഫ് ഹിസ് രണ്ടും ഏകദേശം സെയിം മീനിങ്ങിൽ ഉപയോഗിക്കുന്ന ടേം തന്നെയാണ്. ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് പറയുമ്പോൾ AV ബണ്ടിലും പർക്കിൻജി ഫൈബേഴ്സും കൂടെ ചേർത്ത് പറയുന്ന ടേമാണ് ബണ്ടിൽ ഓഫ് ഹിസ്. അപ്പോൾ ഇത് കറക്റ്റ് സീക്വൻസിലാണ് ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. SAN, റൈറ്റ് ഏട്രിയം, AV നോഡ്, AV ബണ്ടിൽ ഓഫ് ഹിസ് വെൻട്രിക്കിൾ. വിച്ച് പാർട്ട് ഈസ് നോൺ ആസ് പേസ് മേക്കർ? പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് ഇതിലേതാണ്? SA നോഡ്. SA നോഡ് ഈസ് നോൺ ആസ് ദ പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട്. ആൻസർ ദ ഫോളോയിങ് ഇൻ എ ഫ്യൂ വേർഡ്സ്. Why SAN is called pacemaker of the heart? Pacemaker or heart of heart. Heart of heart, ഹൃദയത്തിൻ്റെ ഹൃദയം എന്നുകൊണ്ട് SAN അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ SAN can generate electrical impulse for the working of heart. Where do you find SAN and AVN? SANും AVNും എവിടെയാണ് കാണുന്നത്? SAN and AVN can be seen in the right atrium. What will happen if AVN got damaged? AVN ഡാമേജ് ചെയ്താൽ എന്ത് സംഭവിക്കും? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ SAN ഡാമേജ് ചെയ്താൽ ഉണ്ടാകുന്ന അതേ എഫക്റ്റ് തന്നെയാണ് AVN ഡാമേജ് ചെയ്താലും ഉണ്ടാവുക. SAN and AVN are two nodal tissue seen on the heart. Discuss how these nodal tissue regulating the contractile activity of the heart. ഓക്കെ, ഇത് നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി ബ്ലഡ് കൊയാഗുലേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. Blood coagulation is a mechanism to prevent the excessive loss of blood. Identify the enzyme help the conversion of inactive fibrinogen into fibrin. ഇപ്പോൾ ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഓർക്കുക. ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുമ്പോൾ പ്ലേറ്റ്ലെറ്റ്സ് ഡാമേജ്ഡ് ആകുന്ന പ്ലേറ്റ്ലെറ്റ്സിൽ നിന്നും ത്രോംബോപ്ലാസ്റ്റിൻ റിലീസ് ചെയ്യും. അത് ഒരു എൻസൈം കോംപ്ലക്സിൻ്റെ ഫോർമേഷന് കാരണമാകും, ത്രോംബോകൈനേസ് എൻസൈം കോംപ്ലക്സ്. അപ്പോൾ ഈ ഒരു എൻസൈം കോംപ്ലക്സ് ഫോം ചെയ്യണമെങ്കിൽ ഏത് അയോൺ വേണം? കാൽഷ്യം അയോൺസ് വേണം. അപ്പോൾ ഈ എൻസൈംസ് എന്ത് ചെയ്യും? പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റും. ത്രോംബോകൈനേസ് എന്താണ് ചെയ്യുന്നത്? ഇറ്റ് കൺവേർട്ട് പ്രോത്രോംബിൻ ടു ത്രോംബിൻ. ത്രോംബിൻ എന്ത് ചെയ്യും? ഇൻസോളിബിൾ ആയിട്ടുള്ള ഫൈബ്രിനോജനെ ഇൻസോളിബിൾ ആയിട്ടുള്ള ഫൈബ്രിൻ അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ടാക്കി മാറ്റും. അപ്പോൾ ഇതാണ് ബ്ലഡ് ക്ലോട്ടിങ്ങിന് നടക്കുന്ന റിയാക്ഷൻ. ഐഡൻറ്റിഫൈ ദ എൻസൈം ഹെൽപ്പ് ദ കൺവേർഷൻ ഓഫ് ഇനാക്റ്റീവ് ഫൈബ്രിനോജൻ ഇൻ ടു ഫൈബ്രിൻ. ആരാണ് ഫൈബ്രിനോജനെ ഫൈബ്രിനാക്കി മാറ്റുന്നത്? ത്രോംബിൻ. മെൻഷൻ ദ റോൾ ഓഫ് ത്രോംബോകൈനേസ്. ത്രോംബോകൈനേസിൻ്റെ റോൾ എന്താണ്? ഇറ്റ് കൺവേർട്ട് പ്രോത്രോംബിൻ ടു ത്രോംബിൻ. Thrombocytes or platelets are essential for coagulation of blood. Comment. ബ്ലഡ് കൊയാഗുലേഷൻ നടക്കണമെങ്കിൽ ത്രോംബോസൈറ്റ്സ് അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സ് വേണം. ഇപ്പോൾ നമ്മൾ ആൾറെഡി ഇപ്പോൾ പറഞ്ഞു. An injury or a trauma stimulates the platelets in the blood to release certain factors which activate the mechanism of coagulation. ബ്ലഡ് കൊയാഗുലേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്താണ്? ഇഞ്ചുറി സംഭവിച്ച അല്ലെങ്കിൽ ഡാമേജ്ഡ് ആയിട്ടുള്ള ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സിൽ നിന്നും ഇതിനാവശ്യമായിട്ടുള്ള ചില ഫാക്ടേഴ്സ് റിലീസ് ചെയ്യപ്പെടണം. ഡാഷ് അയോൺസ് പ്ലേ എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ക്ലോട്ടിംഗ്. ഏതാണ്? ബ്ലഡ് ക്ലോട്ടിങ്ങിന് അത്യാവശ്യമായിട്ടുള്ള അയോൺ ഏതാണ്? കാൽഷ്യം അയോൺസ്. ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ലേബൽ A, B, C ആൻഡ് D. ഇപ്പോൾ ഹാർട്ടിൻ്റെ ഈ ഒരു ഡയഗ്രാം ഓർത്ത് വയ്ക്കുക. ഇതിന് മാർക്ക് ചെയ്യാൻ ഓർത്ത് വയ്ക്കണം. അപ്പോൾ ഇവിടെ ഇത് A എന്നിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് അയോർട്ട എന്ന് പറയുന്ന ബ്ലഡ് വെസലാണ്. ഇവിടെ C എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് പൾമനറി ആർട്ടറിയാണ്. ഇതാ ഇവിടെ B എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് വീനക്കാവയാണ്.
ഡി എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് പ്രത്യേകം ഓർത്ത് വയ്ക്കുക, ഇറ്റ് ഈസ് സൈനോ ഏട്രിയൽ നോഡ്. ഇതാ ഇവിടെ എ വി നോഡ്, ഏട്രിയോ വെൻട്രിക്കുലാർ നോഡ്, അതും മാർക്ക് ചെയ്യാൻ ഓർത്ത് വയ്ക്കണം. ഇതാ ബണ്ടിൽ ഓഫ് ഹിസ്, അതും ഇവിടെ മാർക്ക് ചെയ്യണം. പിന്നെ കോർഡേറ്റ് ടെൻറ്റിനെ, വാൽവ്സിനെ പിടിച്ചു വയ്ക്കുന്ന ഫൈബേഴ്സാണ് കോർഡേറ്റ് ടെൻറ്റിനെ. ടെക്സ്റ്റിൽ അതിനെക്കുറിച്ച് ഡിസ്ക്രിപ്ഷൻ ഇല്ല, പക്ഷേ ഫിഗറിൽ പേര് കൊടുത്തിട്ടുള്ളത് കൊണ്ട് നോക്കി വെച്ചേക്കുക. കോർഡേറ്റ് ടെൻറ്റിനെ റൈറ്റ് വെൻട്രിക്കിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, ലെഫ്റ്റ് വെൻട്രിക്കിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇൻ്റർ വെൻട്രിക്കുലാർ സെപ്റ്റം മാർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ മാർക്കിങ്ങും ഒന്ന് നോക്കി വെച്ചേക്കുക. Longitudinal section of the human heart showing internal structure is given below. Observe the diagram and answer the following questions. Label part A and B. ഇപ്പോൾ ഇവിടെ ഹാർട്ട് വാൽവുകളാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. നോക്കൂ, റൈറ്റ് സൈഡിലുള്ള ഹാർട്ട് വാൽവ് എന്താണ്? ട്രൈക്കസ്പിഡ് വാൽവാണ്. ബി എന്നിവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ട്രൈക്കസ്പിഡ് വാൽവാണ്. ഇവിടെ എ എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് സെമി ലൂണാർ വാൽവ്സ് ആണ്. ഇത് രണ്ടും സെമി ലൂണാർ വാൽവ്സ് ആണ്. ലെഫ്റ്റ് സൈഡിലുള്ള ഈ വാൽവ് ബൈക്കസ്പിഡ് വാൽവ് അല്ലെങ്കിൽ മിട്രൽ വാൽവാണ്. ദെൻ വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് വാൽവ്സ് ഇൻ ഹ്യൂമൻ ഹാർട്ട്? വാൽവ്സിൻ്റെ ഫങ്ഷൻ എന്താണ്? വാൽവ്സ് വിൽ പ്രിവെൻറ്റ് ദ ബാക്ക്വേർഡ് ഫ്ലോ ഓഫ് ബ്ലഡ്. ബ്ലഡ് തിരിച്ച് പോകാതെ പുറകിലേക്ക് ഫ്ലോ ചെയ്യാതെ പ്രിവെൻറ്റ് ചെയ്യും. ഏട്രിയത്തിൽ നിന്നും വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് ഫ്ലോ ചെയ്യും. തിരിച്ച് വെൻട്രിക്കിളിൽ നിന്നും ഏട്രിയത്തിലേക്ക് ബ്ലഡ് പോകാതെ ട്രൈക്കസ്പിഡ് വാൽവും ബൈക്കസ്പിഡ് വാൽവും പ്രിവെൻറ്റ് ചെയ്യും. അതുപോലെ ഈ പൾമനറി ആർട്ടറിയിലേക്കും അയോർട്ടയിലേക്കും ബ്ലഡ് പോകും. അത് തിരിച്ചു വരാതെ സെമി ലൂണാർ വാൽവ്സ് പ്രിവെൻറ്റ് ചെയ്യും. ദെൻ റൈറ്റ് 2 സൗണ്ട്സ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ഹാർട്ട് ബീറ്റ്. ഹാർട്ട് ബീറ്റിൻ്റെ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 സൗണ്ട്സ് ഏതൊക്കെയാണ്? ലബും ഡബ്. The second heart sound, dub, is associated with the closure of. ഇപ്പോൾ ഹാർട്ട് സൗണ്ടിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ഓർമ്മിക്കുക, ഈ 2 സൗണ്ടും ലബും ഡബും 2 സൗണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ദ സൗണ്ട് ഓഫ് ക്ലോഷർ ഓഫ് വാൽവ്സ്. ഹാർട്ടിലെ വാൽവുകൾ ക്ലോസ് ചെയ്യുന്ന സൗണ്ടാണ്, അടയുന്ന സൗണ്ടാണ്. ആദ്യത്തെ സൗണ്ട് ലബ് സൗണ്ട്. ലബ് സൗണ്ട് ട്രൈക്കസ്പിഡ് ബൈക്കസ്പിഡ് വാൽവുകൾ അടയുന്ന സൗണ്ടാണ്. രണ്ടാമത്തെ സൗണ്ടാണ് ഡബ് സൗണ്ട്. അത് സെമി ലൂണാർ വാൽവ്സ് ക്ലോസ് ആകുന്ന സൗണ്ടാണ്. സെമി ലൂണാർ വാൽവ്സ് ക്ലോസ് ആകുന്ന സൗണ്ടാണ് ഡബ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ട്രൈക്കസ്പിഡ് വാൽവ് ആൻഡ് ബൈക്കസ്പിഡ് വാൽവ്. ട്രൈക്കസ്പിഡ് വാൽവും ബൈക്കസ്പിഡ് വാൽവും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാലോ. റൈറ്റ് സൈഡ് വാൽവാണ്, റൈറ്റ് ഏട്രിയത്തിനെയും ദ വാൽവ് വിച്ച് ഫൗണ്ട് ഇൻ ബിറ്റ്വീൻ റൈറ്റ് ഏട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ ഈസ് ട്രൈക്കസ്പിഡ് വാൽവ്. The valve which is found in left atrium, between left atrium and left ventricle, is bicuspid valve. Lub and dub sounds of heartbeat. അതും പറഞ്ഞു അല്ലേ. ലബ് സൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ദ ക്ലോഷർ ഓഫ് ബൈക്കസ്പിഡ് ആൻഡ് ട്രൈക്കസ്പിഡ് വാൽവ്സ്, അല്ലെങ്കിൽ ഏട്രിയോ വെൻട്രിക്കുലാർ വാൽവ്സ് എന്നും പറയാം, AV വാൽവ്സ് എന്നും പറയാം. ഡബ് സൗണ്ട് ഈസ് ഡ്യൂ ടു ദ ക്ലോഷർ ഓഫ് സെമി ലൂണാർ വാൽവ്സ്. Stethoscope is an instrument which is used to detect the sounds of the heart. Mention the 2 sounds of the heart. പറഞ്ഞു ലബ് ഡബ്. Give the cause of heart sound. അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. The sequential event in the heart which are cyclically repeated are called the cardiac cycle. What are the phases of cardiac cycle? പഠിച്ചു. സിസ്റ്റോൾ ആൻഡ് ഡയസ്റ്റോൾ ആണ് കാർഡിയാക് സൈക്കിളിൻ്റെ ഫേസസ്. Why do we call the human heart as myogenic? ഹ്യൂമൻ ഹാർട്ടിനെ മയോജനിക് എന്ന് പറയാൻ കാരണം എന്താണ്? The electrical impulse for the working of heart is produced by the heart muscle itself. So it is known as myogenic heart. Pacemaker of the heart is SA node. What is the role of SAN on human heart? പറഞ്ഞു അല്ലേ, pacemaker of the heart ആണ്. Answer the following in a few words. Significance of heart valves, functions of fibrinogen, pacemaker for a human heart and its significance, normal blood pressure of a human being and its variation during hypertension. Normal blood pressure എത്രയാണ്? 120/80 ആണ്. ബാക്കിയൊക്കെ നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തു. Name any 2 heart valves and mention their function.
ബൈക്കസ്പിഡ് വാൽവോ ട്രൈക്കസ്പിഡ് വാൽവോ സെമി ലൂണാർ വാൽവ്സോ ഏതെങ്കിലും വാൽവ്സിൻ്റെ 2 വാൽവ്സിൻ്റെ ഫംഗ്ഷൻ എഴുതുക. In man, normal ECG consists of 3 waves, P wave, QRS wave, T wave. What does the above wave means? ഇപ്പോൾ ECGയുടെ ഈ വേവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. P വേവ് ഉണ്ട്, QRS വേവ് ഉണ്ട്, T വേവ് ഉണ്ട്. ഇത് ഓരോന്നും എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? അത് നമ്മൾ ഭംഗിയായിട്ട് നോക്കി വെക്കേണ്ടതാണ്. P വേവ് റെപ്രസെൻറ്റ്സ് ദ ഇലക്ട്രിക്കൽ എക്സൈറ്റേഷൻ ഓർ ഡീപോളറൈസേഷൻ ഓഫ് ദ ഏട്രിയ. ഏട്രിയയുടെ ഡീപോളറൈസേഷൻ കാണിക്കുന്നതാണ് P വേവ്. QRS കോംപ്ലക്സ് റെപ്രസെൻറ്റ്സ് ദ ഡീപോളറൈസേഷൻ ഓഫ് ദ വെൻട്രിക്കിൾ. QRS വേവ് എന്തിനെ കാണിക്കുന്നു? വെൻട്രിക്കിളിൻ്റെ ഡീപോളറൈസേഷനെ കാണിക്കുന്നു. T വേവ് റെപ്രസെൻറ്റ്സ് ദ റിട്ടേൺ ഓഫ് ദ വെൻട്രിക്കിൾ ഫ്രം എക്സൈറ്റഡ് ടു നോർമൽ സ്റ്റേറ്റ് അഥവാ റീപോളറൈസേഷൻ. അപ്പോൾ പ്രത്യേകം ഓർമ്മിക്കുക, P വേവ് ഏട്രിയത്തിൻ്റെ ഡീപോളറൈസേഷൻ, QRS വേവ് വെൻട്രിക്കിളിൻ്റെ ഡീപോളറൈസേഷൻ, T വേവ് വെൻട്രിക്കിളിൻ്റെ റീപോളറൈസേഷൻ. വെൻട്രിക്കിളിൻ്റെ റീപോളറൈസേഷനെയാണ് T വേവ് ഡിനോട്ട് ചെയ്യുന്നത്. ഇത് മൂന്നും പ്രത്യേകം ഓർത്ത് വയ്ക്കുക. ദ എൻഡ് ഓഫ് ദ T വേവ് മാർക്സ് ദ എൻഡ് ഓഫ് ദ സിസ്റ്റോൾ. Select the correct statement regarding with the ECG of man. P wave represents auricular repolarization. ഇപ്പോൾ നമ്മൾ ആൾറെഡി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു അല്ലേ? P വേവ് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ആറിക്കുലാർ അല്ലെങ്കിൽ ഏട്രിയം എന്നുള്ളതാണ്. ഏട്രിയത്തിൻ്റെ മറ്റൊരു പേരാണ് ഓറിക്കിൾ. P വേവ് റെപ്രസെൻറ്റ്സ് ഓറിക്കുലാർ റീപോളറൈസേഷൻ അല്ല. ഇവിടെ നമ്മൾ എന്ത് മനസ്സിലാക്കി? ഡീപോളറൈസേഷൻ ആണ്. അപ്പോൾ ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് അല്ല, റോങ് ആണ്. P വേവ് റെപ്രസെൻറ്റ്സ് വെൻട്രിക്കുലാർ റീപോളറൈസേഷൻ. വെൻട്രിക്കിളിൻ്റെ ആണോ? അല്ല. അപ്പം അതും റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, റീപോളറൈസേഷൻ അല്ല. P വേവ് റെപ്രസെൻറ്റ്സ് ഓറിക്കുലാർ ഡീപോളറൈസേഷൻ. ഓറിക്കിളിൻ്റെ അല്ലെങ്കിൽ ഏട്രിയത്തിൻ്റെ ഡീപോളറൈസേഷൻ ആണ്. അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതാണ് ഇവിടുത്തെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. P വേവ് എന്ന് പറയുന്നത് ഏട്രിയത്തിൻ്റെ അല്ലെങ്കിൽ ഓറിക്കിളിൻ്റെ ഡീപോളറൈസേഷൻ ആണ്. QRS വേവ് എന്ന് പറയുന്നത് വെൻട്രിക്കിളിൻ്റെ ഡീപോളറൈസേഷൻ ആണ്. T വേവ് എന്ന് പറയുന്നത് വെൻട്രിക്കിളിൻ്റെ റീപോളറൈസേഷൻ ആണ്. T വേവ് വെൻട്രിക്കിളിൻ്റെ റീപോളറൈസേഷൻ ആണ്. Given below is the diagrammatic representation of a standard ECG. Label its different peaks using P, Q, R, S, T letters. അപ്പോൾ ഇവിടെ P, ഇത് Q, R, S, ഇത് T. ECG depicts the depolarization and repolarization process during the cardiac cycle. In the ECG of a normal healthy individual, one of the following waves is not represented. ഇതിൽ ഏത് വേവാണ് വരാത്തത്? ഡീപോളറൈസേഷൻ ഓഫ് ദ ഏട്രിയ വരുമല്ലോ, അതാണ് P വേവ്. റീപോളറൈസേഷൻ ഓഫ് ദ ഏട്രിയ വരുന്നുണ്ടോ? ഇല്ല. ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾസ് ഉണ്ടോ? ഉണ്ട്, അതാണ് QRS വേവ്. റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾസ് ഉണ്ടോ? ഉണ്ട്, അതാണ് T വേവ്. അപ്പോൾ ആൻസർ ഏതാണ്? ബി ആണ് അല്ലേ? റീപോളറൈസേഷൻ ഓഫ് ഏട്രിയ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രോകാർഡിയോഗ്രാഫ് ആൻഡ് ഇലക്ട്രോകാർഡിയോഗ്രാം? രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇലക്ട്രോകാർഡിയോഗ്രാഫ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരാണ് ഇലക്ട്രോകാർഡിയോഗ്രാഫ്. Instrument used to measure the electrical activity of the heart is known as electrocardiograph. And the graphical representation from the instrument is known as electrocardiogram. രണ്ടും മാറിപ്പോകരുത്. ഇൻസ്ട്രുമെൻ്റ് ആണ് ഇലക്ട്രോകാർഡിയോഗ്രാഫ്, അതിൽ നിന്നും കിട്ടുന്ന ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ഇലക്ട്രോകാർഡിയോഗ്രാം. A graphical representation of the electrical activity of the heart during a cardiac cycle is called. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെ വിളിക്കുന്ന പേരെന്താണ്? ഇലക്ട്രോകാർഡിയോഗ്രാം. A person is admitted in cardiac hospital due to fainting. The doctor immediate checked his ECG. ഒരാൾ ബോധക്ഷയം വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഡോക്ടർ ഉടനെ എന്ത് ചെയ്തു? ECG എടുത്തു. After a few minutes, the ECG shows pip 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 p sound. What it indicates? ECG എങ്ങനെ ഈ ഒരു ലോങ് ബീപ്പിൽ പോകുമ്പോൾ എന്താണ് അവിടെ സൂചിപ്പിക്കുന്നത്? ഹാർട്ട് സ്റ്റോപ്പ് ഇറ്റ്സ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ആൾ എന്ത് ചെയ്തു? മരിച്ചു. വാട്ട് യു മീൻ ബൈ മയോജനിക് ഹാർട്ട്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. SA നോട് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന പേസ് മേക്കർ ആയതുകൊണ്ട് അവിടെ മയോജനിക് ഹാർട്ട് എന്ന് വിളിക്കുന്നു.
Observe the diagram. What does it denote? എന്ത് denote ചെയ്യുന്നു? ECG. What do PQRST represents? P wave depolarization of atria, QRS depolarization of ventricle, T wave repolarization of ventricle. What is its clinical significance? Clinical significance എന്താണ്? Any deviation from the standard graph will shows the abnormality or disease to the heart. Blood pressure of an individual can be estimated by. Blood pressure measure ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? BP അളക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? സ്ഫിഗ്മോമാനോമീറ്റർ. Identify the disease. ഡിസോർഡറുമായിട്ട് ബന്ധപ്പെട്ടാണ്. A symptom of acute chest pain appears when no enough oxygen is reaching the heart muscle. It affects the vessels that supply blood to the heart muscle. It is caused by deposits of calcium, fat, cholesterol and fibrous tissues, which makes the lumen of arteries narrower. The state of heart when it is not pumping blood effectively enough to meet the needs of the body. Heart stop beating. അപ്പോൾ ഈ ഒരു ഡിസോർഡർ എത്രയും നമ്മൾ നന്നായിട്ട് നോക്കി വെക്കണം. ഒന്ന് കൊറോണറി ആർട്ടറി ഡിസീസ് അല്ലെങ്കിൽ CAD. അതിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് അതെറോസ്ക്ലീറോസിസ്. CADയുടെ ഫുൾ ഫോം എഴുതാൻ ചോദിക്കാം. കൊറോണറി ആർട്ടറി ഡിസീസ് പറയുന്ന മറ്റൊരു പേരാണ് അതെറോസ്ക്ലീറോസിസ്. അപ്പോൾ അതിൻ്റെ സിംറ്റം എന്താണ്? അഫക്റ്റ് ദ വെസൽസ് ദാറ്റ് സപ്ലൈ ബ്ലഡ് ടു ദ ഹാർട്ട് മസിൽസ്. ഹാർട്ട് മസിൽസിന് ബ്ലഡ് കൊടുക്കുന്ന ബ്ലഡ് വെസൽസ്. അതിനകത്ത് എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ്സ് ഓഫ് കാൽഷ്യം, ഫാറ്റ്, കൊളസ്ട്രോൾ, ഫൈബ്രസ് ടിഷ്യൂസ് ഒക്കെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ആ ആർട്ടറീസിൻ്റെ ലൂമൻ അങ്ങ് നാരോ ആയി പോകും. എസ്പെഷ്യലി കൊറോണറി ആർട്ടറീസ്. ആ നാരോ ആയി പോകുന്ന സിറ്റുവേഷനെയാണ് എന്ത് വിളിക്കുക? കൊറോണറി ആർട്ടറി ഡിസീസ് അല്ലെങ്കിൽ അതെറോസ്ക്ലീറോസിസ് അല്ലെങ്കിൽ ഷോർട്ട് ഫോമിൽ CAD എന്നറിയപ്പെടുന്നത്. ഇനി എന്താണ് ആൻജിന? മറ്റൊരു പേരിൽ കൂടെ പറയും ആൻജിന പെക്ടോറിസ്. എന്താണ്? സിംറ്റം ഓഫ് അക്യൂട്ട് ചെസ്റ്റ് പെയിൻ അപ്പിയേഴ്സ് വെൻ നോ ഇനഫ് ഓക്സിജൻ ഈസ് റീച്ചിങ് ദ ഹാർട്ട് മസിൽ. ഹാർട്ട് മസിൽസിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ, ഹാർട്ട് മസിൽസ് സ്ട്രഗിൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വളരെ കഠിനമായിട്ടുള്ള നെഞ്ചുവേദനയാണ് നമ്മൾ ആൻജിന അല്ലെങ്കിൽ ആൻജിന പെക്ടോറിസ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് occurs due to condition that affect the blood flow. ഓക്കെ, ഇത് കൂടുതലും ഉണ്ടാകുന്നത് ആർക്കാണ്? മെന്നിന്, ആണുങ്ങൾക്കാണ്, പുരുഷന്മാരിലാണ്. കൂടുതലും പുരുഷന്മാർ occur in men and women of any age, but it is more common among middle aged and elderly. പുരുഷന്മാർക്ക് മാത്രമൊന്നുമല്ല, സ്ത്രീകളിലും ഉണ്ടാകും. കൂടുതലും മിഡിൽ ഏജുകാർക്കാണ് ഇത് ഉണ്ടാകുന്നത്. ഇനി ഹാർട്ട് ഫെയിലുവർ. ഹാർട്ട് ഫെയിലുവർ എന്താണ്? ഹാർട്ട് വർക്ക് ചെയ്യുന്നതിന് ഫെയിലായി പോകുന്നു. എന്താണ്? സ്റ്റേറ്റ് ഓഫ് ഹാർട്ട് വെൻ ഇറ്റ് ഈസ് നോട്ട് പമ്പിങ് ബ്ലഡ് എഫക്റ്റീവ്ലി ഇനഫ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ദ ബോഡി. ഹാർട്ടിന് ആവശ്യത്തിനുള്ള ബ്ലഡ് കിട്ടാതെ വരുമ്പോൾ, പമ്പ് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ, ബോഡിക്ക് ആവശ്യത്തിനുള്ള ബ്ലഡ് പമ്പ് ചെയ്യാൻ സാധിക്കാതെ വരുന്ന അവസ്ഥയാണ് ഹാർട്ട് ഫെയിലുവർ. ഹാർട്ട് ഫെയിലുവറിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ കൺജഷൻ ഓഫ് ദ ലങ് ഇസ് ദ മെയിൻ സിംറ്റം ഓഫ് ദ ഡിസീസ്. ഇപ്പോൾ ഹാർട്ട് ഫെയിലുവറും കാർഡിയാക് അറസ്റ്റും തങ്ങളിൽ മാറിപ്പോകാൻ പാടില്ല. കാർഡിയാക് അറസ്റ്റ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് എന്താണ്? വെൻ ദ ഹാർട്ട് മസിൽ ഈസ് സഡൻലി ഡാമേജ്ഡ് ബൈ ആൻ ഇനാഡിക്വേറ്റ് ബ്ലഡ് സപ്ലൈ. അപ്പോൾ ആവശ്യത്തിന് ബ്ലഡ് കിട്ടാതെ ഹാർട്ട് മസിൽസ് ഡാമേജ് ആയി പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഹാർട്ട് അറ്റാക്ക്. ഹാർട്ട് ഫെയിലുവർ എന്ന് പറയുമ്പോഴത്തേക്കും ഹാർട്ട് ആവശ്യത്തിന് ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ഹാർട്ട് ഫെയിലുവർ. ലിസ്റ്റ് ഔട്ട് എനി ടു ഡിസോർഡേഴ്സ് ഓഫ് ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം. നമ്മൾ ഈ പറഞ്ഞ ആൻജിനയോ CADയോ അതുപോലെ ഹൈപ്പർ ടെൻഷനോ ഒക്കെ നമുക്കിവിടെ എഴുതാം. വിച്ച് കൊറോണറി ആർട്ടറി ഡിസീസ് ഈസ് കാസ്ഡ് ഡ്യൂ ടു നാരോയിങ് ഓഫ് ദ ലൂമൻ ഓഫ് ആർട്ടറീസ്. അവിടെ നമ്മൾ പറഞ്ഞു അല്ലേ, അതെറോസ്ക്ലീറോസിസ്. റൈറ്റ് ദ റീസൺസ് ഫോർ CAD. CADക്ക് ഉണ്ടാകുന്ന റീസൺ എന്താണ്? ഫാറ്റോ, കൊളസ്ട്രോളോ, കാൽഷ്യമോ ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ആർട്ടറീസിൻ്റെ വാൾസ്, ലൂമൻ കട്ടിയായി പോകുന്ന അല്ലെങ്കിൽ കുറഞ്ഞു പോകുന്ന അവസ്ഥയാണ് CAD. ബ്രീഫ്ലി ഡിസ്ക്രൈബ് അതെറോസ്ക്ലീറോസിസ്, ആൻജിന പെക്ടോറിസ് ഡിസ്കസ് ചെയ്തു. Given below are the abnormal conditions related to blood circulation. Name the disorder. Acute chest pain due to failure of supply to heart muscles. ഹാർട്ട് മസിൽസിന്
കിട്ടാത്തത് കാരണം ഉണ്ടാകുന്ന അക്യൂട്ട് ചെസ്റ്റ് പെയിൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൻജിന. ഇൻക്രീസ്ഡ് സിസ്റ്റോളിക് പ്രഷറാണ് ഹൈപ്പർ ടെൻഷൻ. ബ്രീഫ്ലി ഡിസ്ക്രൈബ് കാർഡിയാക് അറസ്റ്റ്, ഹാർട്ട് ഫെയിലുവർ, ആൻജിന പെക്ടോറിസ് ഡിസ്കസ് ചെയ്തു. In the medical record of a patient, blood pressure is marked as 140/90. What does it indicate? എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? It indicates a hypertension. The blood pressure of a person is shown as 170/130. ഇത് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഹൈപ്പർ ടെൻഷൻ ആണ്. 120 ബാർ അല്ലെങ്കിൽ 120/80 ആണ് നോർമൽ ആയിട്ടുള്ള പ്രഷർ. 120 എന്ന് പറയുന്നത് സിസ്റ്റോളിക്കിനെ സൂചിപ്പിക്കും, 80 എന്ന് പറയുന്ന ഡയസ്റ്റോളിക് പ്രഷറിനെ സൂചിപ്പിക്കും. ഇത് കൂടിയാൽ എന്താ പ്രശ്നം ഉണ്ടാവുക? ഇറ്റ് വിൽ അഫക്റ്റ് ദ വർക്കിംഗ് ഓഫ് ബ്രെയിൻ ആസ് വെൽ ആസ് കിഡ്നി. ഇറ്റ് വിൽ ഡാമേജ് ബ്രെയിൻ ആൻഡ് കിഡ്നി. ഹൈ ബ്ലഡ് പ്രഷർ will damage brain and kidney. Dr. Rahul checked BP of a patient and recorded his BP as 160/95. What he is suffering from? എന്താണ്? Hypertension. What is normal BP? Normal BP എത്ര? 120/80. Which instrument is used to detect blood pressure? ഏതാണ്? Sphygmomanometer. How hypertension affect human body? It will ഡാമേജ് ബ്രെയിൻ ആൻഡ് കിഡ്നി എന്ന് സിമ്പിളായിട്ട് ആൻസർ ചെയ്താൽ മതി. എക്സ്പാൻഡ് CAD, ECG, SAN, AVN. Observe the first pair of word and write a suitable word for the second. Universal donor, O blood group. Universal recipient, ആരാണ്? AB. Normal systolic pressure 120. Normal diastolic pressure 80. First heart sound lub, second heart sound dub. Lub closure of tricuspid and bicuspid valve, dub closure of semilunar valves. ലങ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് പ്ലൂറ, ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പെരിക്കാർഡിയം. അപ്പോൾ ഇത്രയും ആണ് മോഡൽ ക്വസ്റ്റ്യൻസ്. നന്നായിട്ട് റിവൈസ് ചെയ്ത് പഠിക്കുക. For video lessons, please subscribe TLP's biology classes. Thank you.